السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും തളർച്ചയിലും വളർച്ചയിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവനെ അനുസരിച്ച് അവന് വഴിപ്പെട്ട് അവന് കീഴ്പ്പെട്ട് അവൻ്റെ ആജ്ഞാനുവർത്തികളായി ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. റഹ്മത്തിൻ്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൻ്റെ എല്ലാ ഗുണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നൽകുമാറാകട്ടെ. പറയപ്പെടുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അതിൻ്റെ പ്രാമാണികതയനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസോട് കൂടി നമുക്ക് തുടങ്ങാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായിക, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. യതീഹൂന ഫിൽ അർദ്, അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. അവരുടെ സഞ്ചാരം എപ്പോഴാണ് അവസാനിക്കുക? ഇത്തരം സദസ്സുകൾ കാണുമ്പോഴാണ്. അപ്പോൾ ആ സദസ്സിൽ അവർ വന്നിരിക്കും, കഴിയുന്നത് വരെ ശ്രദ്ധിച്ചു കേൾക്കും. കഴിഞ്ഞാൽ ആ സദസ്സിൽ നിന്ന് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും.
അള്ളാഹു അവരോട് ചോദിക്കും, മിൻ ഐന ജിഅ്തും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹ്ക്ക് അറിയാത്തോണ്ടതല്ല, അല്ല, അള്ളാഹു ചോദിക്കാൻ. ആ മലക്കുകൾ പറയും, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന്, ഇന്ന സദസ്സിൽ നിന്നാണ് വരുന്നത്. അള്ളാഹു ചോദിക്കും, എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ നിന്റെ ആദമത്തിനെ കുറിച്ചാണ്, നിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? നിന്റെ സ്വർഗമാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താണ് അവർ ഭയക്കുന്നത്? നിന്റെ നരകമാണ് അവർ ഭയക്കുന്നത്. അള്ളാഹു ആ മലക്കുകളെ സാക്ഷി നിർത്തിയിട്ടൊരു വാഗ്ദാനം പറയുമെന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ സദസ്സ് പിരിയുന്നതിൻ്റെ മുന്നേ 3 കാര്യങ്ങൾ ഞാൻ അവർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, അവർ ഒരുപാട് ആഗ്രഹിച്ച സ്വർഗം അവർക്ക് ഞാൻ നൽകുന്നതാണ്. അവർ ഭയന്ന നരകം, ആ നരകത്തിൽ ഞാൻ അവരെ രക്ഷിക്കുന്നതാണ്. അവരൊരുപാട് ആശിച്ച എൻ്റെ മഗ്ഫിറത്ത്, പാപമോചനം ഞാൻ അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാതിൽ കടന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഈ 3 കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന നിയ്യത്തോടെ നമ്മളിവിടെ ഇരുന്നാൽ ഈ 3 കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവ് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദുനിയാവ് നൽകപ്പെട്ട് കഴിഞ്ഞാൽ 2 രീതിയിലാണ് മനുഷ്യന്മാർ പ്രതികരിക്കുക. അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ നല്ലൊരു പങ്ക് പ്രദേശത്തിന്റെയും അധികാരം നൽകപ്പെട്ട നമ്രൂദിന്റെ സ്വഭാവം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നു. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവൻ തർക്കിച്ചിട്ടുണ്ട്. എന്താണ് നിന്റെ റബ്ബിന്റെ പ്രത്യേകത, നിന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? റബ്ബി അല്ലദി യുഹീ വയുമീത്, എന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്രൂദിന്റെ മറുപടി, അത് എനിക്കും കഴിയല്ലോ, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും. ഖാല അന ഉഹീ വ ഉമീത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വിശ്വവിഖ്യാതമായ മറുപടി, ഫഇന്ന അല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബിന് തുല്യനാണ് നീയെങ്കിൽ എന്റെ റബ്ബ് സൂര്യൻ ഉദിപ്പിക്കുന്നത് കിഴക്ക് നിന്നാണ്, നീ അതൊന്ന് പടിഞ്ഞാറ് ഉദിപ്പിച്ച് കാണിച്ചുകൊണ്ട. ഫബുഹിതല്ലദീ കഫർ, അവിശ്വാസി ചൂളിപ്പോയി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ നമ്രൂദിന്റെ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ച് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഇബ്നു കസീറിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ തഫ്സീറുകളിലും അവരുടെ രചനകളിലും പറഞ്ഞതായി കാണാം, നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വകവരുത്തിയത് ഒരു പ്രാണിയിലൂടെയാണ്. ആ പ്രാണി അയാളുടെ നെറുകയിലേക്ക് കയറുകയും എന്നിട്ട് അയാളെ കാലങ്ങളോളം ശല്യം ചെയ്യുകയും ചെയ്തു. ആ കാലഘട്ടത്തിലുള്ള വൈദ്യന്മാർ അയാൾക്ക് വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് ഇരുമ്പെടുത്തിട്ട് തലക്ക് ആഞ്ഞടിക്കുക എന്നതാണ്. അങ്ങനെ തന്നെ അയാൾ ചത്തുപോയി, മരിച്ചുപോയി എന്നാണ് ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രം. നമ്രൂദിനെ പോലെ അള്ളാഹു ദുനിയാവ് നൽകിയപ്പോൾ അഹങ്കരിച്ചു പോയ, അതിരുവിട്ടുപോയ മറ്റൊരാളാണ് ഫിർഔൻ. പരിശുദ്ധ ഖുർആൻ ഫിർഔന്റെ ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറയാൻ, ഹൽ അതാക ഹദീസു മൂസ, മൂസായുടെ ചരിത്രം അങ്ങേക്ക് വന്നെത്തിയിട്ടില്ലേ? ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ, പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔനിന്റെ അടുത്തേക്ക് അങ്ങ് യാത്രയാകണം, ഫിർഔനിന്റെ അടുത്തേക്ക് അങ്ങ് പോകണം, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു, പരിധി വിട്ടു പോയിരിക്കുന്നു. ഫഖുൽ, എന്നിട്ട് അവനോട് ചോദിക്കണം, ഹല്ലക ഇലാ അൻ തസക്കാ, നന്നാവാൻ നീ തയ്യാറുണ്ടോ? നേരെയാവാൻ നീ തയ്യാറുണ്ടോ? പരിശുദ്ധി പ്രാപിക്കാൻ നീ തയ്യാറുണ്ടോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ, നിനക്ക് ഞാൻ നേരായ മാർഗം കാണിച്ചു തരാം. ഒരുപക്ഷെ നിന്റെ മനസ്സിൽ ഖുശൂ ഉണ്ടായേക്കാം, പേടിയുണ്ടായേക്കാം, ഭയമുണ്ടായേക്കാം. ഫിർഔനിന്റെ പ്രതികരണം എന്താണ്? ഫകദ്ദബ വഅസാ ثم അദ്ബറ യസ്ആ ഫഹശറ ഫനാദാ, അവനതാ അതിനെ കളവാക്കുകയാണ്, അവനതാ അനുസരണക്കേട് കാണിക്കുകയാണ്, പിന്തിരിയുകയാണ്, എന്നിട്ട് ആ പ്രബോധന പ്രവർത്തനത്തിനെതിരിൽ പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് അവൻ ഫഹശറ ഫനാദാ, അവന്റെ കിങ്കരന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, അന റബ്ബുകുമുൽ അഅ്ലാ, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, എന്നേക്കാൾ വലിയ റബ്ബ് വേറെയില്ല, എന്നേക്കാൾ വലിയ ദൈവം വേറെയില്ല എന്ന് ഫിർഔൻ അവന്റെ അനുയായികളെ, അവന്റെ കിങ്കരന്മാരെ, അവന്റെ പ്രജകളെ വിളിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ധിക്കാരിയും അഹങ്കാരിയുമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോ, അള്ളാഹു അവന് അധികാരം കൊടുത്തപ്പോ, സമ്പത്ത് കൊടുത്തപ്പോ ഈ രീതിയിലുള്ള അതിരുകവിച്ചലുകളായി മാറിപ്പോയ ഫിർഔൻ
അതേ ഫിറഔനിന്റെ പതനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫിറഔൻ ഇങ്ങനെ ചെങ്കടലിൽ മുങ്ങിത്താഴുകയാണ്. കൺമുന്നിൽ കണ്ട ദൃഷ്ടാന്തങ്ങളൊന്നും അവന്റെ കണ്ണ് തുറപ്പിച്ചില്ല. ഒരു ദൃഷ്ടാന്തവും അവന്റെ കണ്ണ് തുറപ്പിച്ചില്ല. എല്ലാ ദൃഷ്ടാന്തങ്ങളും അവഗണിച്ചു. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഫിറഔന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത്. ഫിറഔൻ വളരെ വലിയ കാര്യത്തോടെ കൊണ്ടുവന്ന സാഹിര്യങ്ങൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ മുഅ്ജിസത്തിന്റെ മുന്നിൽ തോറ്റുപോയി, പരാജയപ്പെട്ടുപോയി. ആ സാഹിര്യങ്ങൾ പോലും ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഫിറഔൻ അപ്പോഴും പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ കാലേ കൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്നാണ്. അതാണ് ഫിറഔൻ അപ്പോഴും പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ. ഫഅർസൽനാ അലൈഹിം الطൂഫാന വൽജറാദ വൽഖുമ്മല വൽദഫാദിഅ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്ത്. വെള്ളപ്പൊക്കം കൊണ്ട് പരീക്ഷിച്ചു, തവളകളെ കൊണ്ട് പരീക്ഷിച്ചു, ഒട്ടുകിളികളെ കൊണ്ട് പരീക്ഷിച്ചു, ചോരയെ കൊണ്ട് പരീക്ഷിച്ചു. ഇതൊക്കെ ഫിറഔനിന്റെ കാലത്ത് ബനൂ ഇസ്രായേലുകൾക്കുണ്ടായ ആ നാട്ടുകാർക്കുണ്ടായ പരീക്ഷണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധിക്കരിച്ചത് കാരണം, അദ്ദേഹത്തെ നിഷേധിച്ചത് കാരണം. എന്നിട്ടോ ഇതിൽ നിന്ന് പലവട്ടവും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകി. തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്താണ് തവളകളെ കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ, എവിടെ നോക്കിയാലും തവള, രാജ്യം മുഴുവൻ തവള, വീട്ടിൽ മുഴുവൻ തവളകൾ, ഉണ്ണുന്നിടത്ത്, ഉറങ്ങുന്നിടത്ത്, പോകുന്നിടത്ത്, ഇരിക്കുന്നിടത്ത്, നടക്കുന്നിടത്ത്. ആ രീതിയിൽ അല്ലാഹു അവരെ പരീക്ഷിച്ചു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ അവർക്ക് ആ പരീക്ഷണം നീങ്ങിക്കിട്ടി. എന്നിട്ടും വിശ്വസിച്ചില്ല. കുടിവെള്ളം കുടിക്കാൻ പോകുമ്പോൾ രക്തമായി മാറുക, ചോരയായി മാറുക, കാണുന്ന വെള്ളമെല്ലാം രക്തമായി മാറുക. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുത്തു. എന്നിട്ടും വിശ്വസിച്ചില്ല. പോകുന്നിടത്തെല്ലാം വെട്ടുകിളികൾ കൃഷികൾ മുഴുവൻ തിന്ന് നശിപ്പിക്കാൻ തുടങ്ങി. ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു അതും നീക്കിക്കൊടുത്തു. എന്നിട്ടും വിശ്വസിച്ചില്ല. വെള്ളപ്പൊക്കമുണ്ടായി, സർവനാശമുണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു അതും നീക്കിക്കൊടുത്തു. എന്നിട്ടും വിശ്വസിച്ചില്ല. നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞത്, നീ ഹിജ്റ പോയിക്കോ, ഫിറഔൻ നന്നാവൂല. അങ്ങനെയാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലും കൂടി യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ പോയി ചെങ്കടലിന്റെ മുന്നിലെത്തിയപ്പോ അവർ പിറകിൽ നിന്ന് എരമ്പല് കേൾക്കുന്നു. എന്താണത്? മൂസാ നബിയുടെയും ഖൗമിന്റെയും പുറപ്പാട് അറിഞ്ഞിട്ട് അവരെ കൊന്നു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഫിറഔനും കൂട്ടരും പിന്നാലെ പുറപ്പെട്ടതാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കുക എന്നാണ് പറഞ്ഞ്. മൂസാ നബി കടലിലടിച്ചു. ഫിറഔനിന്റെ കൺമുന്നിൽ വെച്ച് ആ കടൽ രണ്ടായി പിളർന്നു. വലിയ പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്ക് കടൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വഴിമാറി നിന്നു കൊടുത്തു. അത്ഭുതം. എന്നിട്ടും വിശ്വസിച്ചില്ല. നോക്ക് നിങ്ങൾ, എന്നിട്ടും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകനെയും അനുയായികളെയും കൊല്ലുന്നതിന് വേണ്ടി അവരുടെ പിന്നാലെ വെച്ചു പിടിച്ചു. ഈ അത്ഭുതത്തിലൂടെ വെളിവായ മുഅ്ജിസത്തിലൂടെ പടച്ചറബ് വെളിവാക്കി കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ അവരെയും പിന്തുടർന്നിട്ട് അവരെ കൊല്ലാൻ വേണ്ടിപ്പോയി. കുറച്ചു ദൂരം പോയപ്പോ കടൽ മൂടി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നിട്ട വഴികളിൽ കടൽ പൂർവ്വരൂപത്തിലാവാൻ തുടങ്ങി. ഫിറഔൻ ആ വെള്ളത്തിൽ മുങ്ങി. ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും, ഇത്രയും ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും, ഇത്രയും ആയാത്തുകൾ കണ്ടിട്ടും വിശ്വസിക്കാത്ത ആ മനുഷ്യൻ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയപ്പോൾ വിശ്വസിച്ചു. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിരുന്നുണ്ട്. ഫിറഔൻ പറയാൻ, ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിക്കുകയാണ്, ഞാനിതാ അടിയറവ് പറയുകയാണ്, ഞാനിതാ പരാജയം സമ്മതിക്കുകയാണ്, ഞാനിതാ തോൽവി സമ്മതിക്കുകയാണ്, ഞാനിതാ മൂസ പറഞ്ഞ റബ്ബിൽ വിശ്വസിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, ആൻ, ഇപ്പോഴാണോ ഫിറഔനെ ബോധമുണ്ടാകുന്നത്? ഇപ്പോഴാണോ ഫിറഔനെ തിരിച്ചറിവുണ്ടാകുന്നത്? വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ, എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുന്നിലൂടെ കൺമറഞ്ഞു പോയി.
എത്രയെത്ര തിരിച്ചുവിളികൾ ഞാൻ നിനക്ക് വേണ്ടി നടത്തി തന്നു. എന്നിട്ട് ആ സമയമെല്ലാം നീ കുഴപ്പമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നേ ദിവസം ഈ കടലിന്റെ പുറത്ത് എന്തെങ്കിലും ഒന്ന് പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ, ഇന്നേ ദിവസം എന്തെങ്കിലും ഒന്ന് ഈ കടൽ പുറത്തേക്ക് എറിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ശവം മാത്രമായിരിക്കും, നിന്റെ മയ്യത്ത് മാത്രമായിരിക്കും, ചേതനയേറ്റ നിന്റെ മയ്യത്ത് മാത്രമായിരിക്കും. എന്തിനു വേണ്ടിയാണത്? ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്നെ ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം കടലിന്റെ കരയിൽ നിൽക്കുന്നുണ്ട്. നിന്റെ പട്ടാളക്കാർ, നിന്റെ അനുയായികൾ, നിന്റെ ആരാധകന്മാർ, നിന്റെ കിങ്കരന്മാർ, നിന്റെ പ്രജകൾ, നിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവർ, അവരത് ആ കടലിന്റെ പുറത്ത് നിന്നെ കാത്തിരിക്കുകയാണ്, കടൽക്കരയിൽ നിന്നെ കാത്തിരിക്കുകയാണ്. അവർക്കൊരു ദൃഷ്ടാന്തമായിട്ട് ചേതനയേറ്റ നിന്റെ ശരീരം ഞാനിതാ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. സിംഹാസനത്തിന്റെ മുകളിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഞാനാണ് ഈ ലോകത്തെ ഉന്നതനായ റബ്ബെന്ന് ഹുങ്ക് പറഞ്ഞ നിന്റെ അതേ ശരീരം, അതേ നാവ് ചലനശേഷിയില്ലാതെ, അതേ കൈകൾ ചലനമറ്റ അവസ്ഥയിൽ അവരുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവച്ചു കൊടുക്കുന്നതാണ്. ഇത്രയും ആയത്ത് ഫിറഔന്റെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംസാരിക്കുന്ന ആരോടെന്നറിയോ? എന്നോടും നിങ്ങളോടുമാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ കൺമുന്നിലൂടെ മറഞ്ഞു പോകുന്നത്. ഓരോ മരണവും മനുഷ്യന്റെ മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അയൽവാസി മരിക്കുമ്പോ, കുടുംബക്കാര് മരിക്കുമ്പോ, കൂട്ടുകാര് മരിക്കുമ്പോ, പരിചയക്കാര് മരിക്കുമ്പോ, ഓരോ സെക്കൻഡിലും ലോകത്തിന്റെ പല കോണുകളിൽ മനുഷ്യരെങ്ങനെ മരിച്ചു തീരുമ്പോ ഒരു ദിവസം ഈ മരണം എന്നത് എനിക്കും വരാനുള്ളതാണെന്ന വലിയ ഉണർച്ചുപാട്ടാണ്, വലിയ ദൃഷ്ടാന്തമാണ് ഓരോ മരണവും. എത്ര മയ്യത്തുകൾ നാം കണ്ടിട്ടുണ്ട്, എത്ര മയ്യത്തുകൾ നാം കുളിപ്പിച്ചിട്ടുണ്ട്, എത്ര മയ്യത്തുകൾ നാം ഖബറടക്കിയിട്ടുണ്ട്, എത്ര മയ്യത്തുകൾ ഖബറടക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് നാം കൈകൊണ്ട് മണ്ണ് വാരിയിട്ടിട്ടുണ്ട്, തസ്ബീഹ് ചൊല്ലിയിട്ട് നാം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ടോ? നമുക്ക് ബോധമുണ്ടായിട്ടുണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? എത്ര വലിയ ധിക്കാരിയായാലും, എത്ര വലിയ അഹങ്കാരിയായാലും ബോധം വരുന്നൊരു സമയമുണ്ട്, തിരിച്ചറിവ് വരുന്നൊരു സമയമുണ്ട്. ഏതാണത്? ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്. ചെയ്യാതെ പോയ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമെങ്കിലും എനിക്ക് നൽകുമോ? ഒന്ന് നന്നാവാനുള്ള അവസരമെങ്കിലും എനിക്ക് നൽകുമോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ആരാലും പരിഗണിക്കപ്പെടാത്ത, ആരാലും ഉത്തരം നൽകപ്പെടാത്ത കേവലം വാക്കുകളായി, കേവലം വ്യർത്ഥങ്ങളായി അത് അവഗണിക്കപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അള്ളാഹു തരുന്ന ആരോഗ്യം അനുഗ്രഹമാണ്, സമ്പത്ത് അനുഗ്രഹമാകാം, നല്ല കുടുംബം അനുഗ്രഹമാകാം, മക്കൾ അനുഗ്രഹമാകാം, എല്ലാം അനുഗ്രഹമാകാം. ആ അനുഗ്രഹത്തിലൂടെ നമ്മൾ എത്തിപ്പെടേണ്ടത് എങ്ങോട്ടാണ്? അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നവരിലേക്കാണ്, ദുനിയാവിൽ മതിമറന്നു പോകുന്ന അവസ്ഥയിലേക്കല്ല. ഇതേ മനുഷ്യ ചരിത്രത്തിൽ വേറെയും ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അനുഗ്രഹിച്ചപ്പോൾ പൂർണ്ണമായും പടച്ച റബ്ബിലേക്ക് കീഴ്പ്പെട്ട മനുഷ്യന്മാർ. അതാരൊക്കെയാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങുന്നത്. ഒരുപാട് രാജ്യങ്ങൾ, ഷാം വന്നു, ഫലസ്തീനിന്റെ ഭാഗം, അതുപോലെ തന്നെ ഇറാഖ്, അങ്ങനെ പല പ്രദേശങ്ങളും ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. സിറിയ പട്ടണം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നപ്പോ സിറിയ ഒന്ന് കാണുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് യാത്രയാവുകയാണ്. അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ പ്രസിദ്ധമാണ് കേട്ടോ. ഫക്കീറായ ഒരു മനുഷ്യന്റെ വേഷം ധരിച്ചിട്ടാണ് ഉമർ യാത്ര ചെയ്യുക. അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പലവട്ടവും അദ്ദേഹം തർക്കമുണ്ടായതും തെറ്റിയതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഉമർ റളിയല്ലാഹു അതിനു വേണ്ടിയിട്ടാണ് തെറ്റാറുള്ളത്. സിറിയ പട്ടണത്തിന്റെ അധികാരം ഏറ്റെടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് കഷ്ണങ്ങൾ വെച്ച് തുന്നിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. അതിർത്തിയിൽ കൂട്ടാൻ വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു, അല്ല അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇങ്ങനത്തെ വേഷം ധരിച്ചിട്ട് നമുക്കൊരു ഇസ്സത്ത് വേണ്ടേ, ഇസ്ലാമിന്റെ ഒരു ഇസ്സത്ത് വേണ്ടേ, നമുക്കൊരു ഇസ്സത്ത് വേണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത് എന്താ അറിയോ? എനിക്കും നിനക്കും ഇസ്സത്ത് കിട്ടിയത് വസ്ത്രധാരണയിലൂടെയല്ല, ഇസ്ലാമിലൂടെയാണെന്നാണ് പറഞ്ഞു കൊടുത്തത്. ആ ഉമർ റളിയല്ലാഹു അൻഹു സിറിയ കാണാൻ വന്നപ്പോ
ആ സിറിയയുടെ മുഴുവൻ ഒരു എല്ലാം കാണാൻ പറ്റുന്ന ഒരു വലിയ കുന്നിന്റെ മുകളിലേക്ക് അദ്ദേഹത്തെയും കൊണ്ട് ഉദ്യോഗസ്ഥർ പോയി ആ സിറിയ പട്ടണത്തിന്റെ സൗന്ദര്യം കാണുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണല്ലോ ഒരു നാടിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണുക. 2 ദിവസം മുമ്പ് ഖത്തറിലൊരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയപ്പോൾ അവിടുന്ന് കയറി നോക്കിയപ്പോഴാണ് ആ ഖത്തറിന്റെ സൗന്ദര്യം ഇങ്ങനെ കാണാൻ പറ്റിയത്. അതങ്ങനെയാണ്. ഫ്ലൈറ്റിനൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒരു നാടിന്റെ സൗന്ദര്യം. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ മുഴുവനും പച്ച വിരിച്ചിട്ട് കാണാൻ നമ്മൾ തന്നെ ചിന്തിച്ചോ, ഇത്രമാത്രം പച്ചപ്പും ഇത്രമാത്രം മരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ, നമ്മൾ തന്നെ ആലോചിച്ചു പോകും. ആ പച്ചപ്പുകൾക്കിടയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന നദികളൊക്കെ ഇത് സുന്ദരമായ കാഴ്ചയാണ്. ഇതേപോലെ സിറിയയുടെ സുന്ദരമായ കാഴ്ച കാണുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഉദ്യോഗസ്ഥന്മാർ കൂട്ടിക്കൊണ്ടുപോയി. സിറിയ എന്ന് പറഞ്ഞാൽ സുന്ദരമായ പട്ടണമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നാം ചുറ്റുപാടും അനുഗ്രഹം ഞങ്ങൾ നൽകിയ മസ്ജിദുൽ അഖ്സായിലേക്ക്, അതായത് ഫലസ്തീൻ അടങ്ങുന്ന സിറിയ അടങ്ങുന്ന ആ ഷാം എന്ന് പറയുന്ന പ്രദേശം വളരെ സുന്ദരമാണ്, വളരെ പ്രകൃതി രമണീയമാണ്. കാടുകളുണ്ട്, പുഴകളുണ്ട്, ആറുകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, മുന്തിരിത്തോട്ടങ്ങൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് സിറിയ. സ്വാഭാവികമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് ഒരു മദീനത്ത് നിന്നാണ്. മക്കത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച് മദീനത്ത് ജീവിച്ചിട്ടാണ് വരുന്നത്. മക്കയും മദീനയും എന്താണെന്ന് നമുക്കറിയാം. ഉംറക്ക് പോയവർക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 2 ഭാഗത്തും എന്താ നമുക്ക് കാണാൻ പറ്റുക? നിരന്ന് നിൽക്കുന്ന മലകളാണ്. ഒരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങാത്ത രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പർവ്വതങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഒരു വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ പമ്പ് എത്തണം, വഴിക്കിറങ്ങിയ വെള്ളം കിട്ടൂല. അത്രത്തോളം മൂശരമായ ഭൂമിയാണ് മക്കയും മദീനയും. എന്നാൽ സിറിയ അങ്ങനെയല്ല. സുന്ദരമായ പച്ചപ്പുള്ള സുന്ദരമായ തോട്ടങ്ങളുള്ള ആ സിറിയ പട്ടണത്തിന്റെ കാഴ്ച ഇങ്ങനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വയം ഇങ്ങനെ വിചാരിച്ചു പോയി എന്നാണ്, ഇപ്പൊ ഞാനിതിന്റെ രാജാവല്ലേ, ഞാനല്ലേ ഈ സിറിയയുടെ രാജാവ്, ഇവിടുത്തെ ഭരണാധികാരി ഞാനല്ലേ എന്നറിയാണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ചിന്തിച്ചു പോയി. ആ നിമിഷം അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി, ചിന്തിച്ചതാരാണ്? മനസ്സാണ്. തിരുത്തി കൊടുക്കുന്നത് ആരാണ്? അതേ മനസ്സ് തന്നെയാണ്. അടുത്ത സെക്കൻഡിൽ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി അദ്ദേഹത്തോട് സംസാരിക്കാൻ, ഉമറെ നിനക്കെന്ത് പറ്റി, ഉമറെ നിനക്കെന്ത് സംഭവിച്ചു, നീ ദുനിയാവിൽ മതിമറക്കുകയാണോ, ഇവിടെയുള്ള സൗന്ദര്യങ്ങളിൽ നീ മതിമറക്കുകയാണോ? എന്നിട്ട് ഉമർ ഇങ്ങനെ അറിയാതെ ഓതിപ്പോവാൻ. എന്താണ് ആയത്തെന്നറിയോ? കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ചരിത്രത്തിന്റെ ഇന്നലകളിൽ എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, അരുവികളാണ്, എത്രയെത്ര കൃഷിയിടങ്ങളാണ്, മണിസൗധങ്ങളാണ്, രമ്യഹർമ്മങ്ങളാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിലുള്ള വലിയ ഭരണാധികാരികളും കുബേരപുത്രന്മാരും വിട്ടുപോയത്. ഇതുപോലെ ഒരു ദിവസം ഉമറും വിട്ടുപോകാനുള്ളതാണ്. ഒരു ദിവസം ഉമറും വിട പറഞ്ഞു പോകുന്നതാണ്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയ അധികാരം കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർത്തത് എന്താണ്? ഇന്നലകളിൽ ഇതിനേക്കാൾ വലിയ അധികാരങ്ങൾ നൽകപ്പെട്ടവരുണ്ട്, ഇന്നലകളിൽ ഇതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരുണ്ട്. അവരെല്ലാം വെറും കൈയോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസം പോകാനുള്ളവനാണ് ഉമർ എന്ന് ചിന്തിച്ച് ആ കുറച്ചു സമയത്തേക്ക് തോന്നിയ ആ ഒരു അത്ഭുതത്തിൽ നിന്ന്, ആശ്ചര്യത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ തിരിച്ചു വരാണ്. എത്ര താഴ്മയോടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജീവിച്ചത് പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്, രാത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു ഗൃഹനാഥൻ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഉമറുല്ലാൻ ആ ഗൃഹനാഥനോട് ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാണ് വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ കരയുന്നത്? ഗൃഹനാഥൻ പറഞ്ഞു, അവൾ പ്രസവ വേദന കൊണ്ട് കരയാണ്. അപ്പൊ ഉമർ ചോദിച്ചു, അവളെ ശുശ്രൂഷിക്കാൻ ആരുമില്ലേ? പ്രസവത്തിന്റെ സമയത്ത് സഹായിക്കാൻ ആരുമില്ലേ? ആരുമില്ല. ആരെയും വെക്കാനുള്ള പണവും എൻ്റെ കയ്യിലില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. മറുത്തൊന്നും ചോദിക്കാതെ ഉമർ നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഉമറിന്റെ ഭാര്യയും കൂട്ടി വന്നു. എന്നിട്ട് ആ ഭാര്യയെ വീടിന്റെ ഉള്ളിലാക്കി കൊടുത്തു. എന്നിട്ട് ഈ ഗൃഹനാഥന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു പുറത്ത് അവിടെ നിന്നു. പ്രസവം നടന്നു. ഉമറിന്റെ ഭാര്യ പ്രസവം എടുത്തു. നമ്മുടെയൊക്കെ നാട്ടിൽ പല ഭാഷകളിലാണ് പ്രസവം എടുക്കുന്ന ആളുകൾ അറിയപ്പെടുക. ഏറ്റവും എന്താ പറയാ, ഒരുവിധം അന്തസ്സും ഇപ്പൊ തറവാടിത്തൊക്കെ ഉണ്ടെന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളൊന്നും ചെയ്യാൻ തയ്യാറാവാത്തൊരു ജോലിയാണ്. ഉമറിന്റെ ഭാര്യയാണ് അത് ചെയ്തത്. പ്രസവം എടുത്തു, പ്രസവം കഴിഞ്ഞു.
പുറത്തു നിൽക്കുന്ന ആ ഗ്രഹനാഥനോടും ഉമറിനോടുമായി ഉമറിന്റെ ഭാര്യ പോയിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ കൂട്ടുകാരൻ പ്രസവിച്ചിരിക്കുന്നു. ഒരു ഞെട്ടലോടെയാണ് ആ വീട്ടുകാരൻ ആ വിളി കേട്ടത്. അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ. ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ആരാണ് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. ആരാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ പ്രസവം എടുക്കുന്നത്? ഈ രാജ്യത്തിലെ പ്രഥമ വനിത, ഭരണാധികാരിയുടെ ഭാര്യ, രാജ്ഞി. അവരാണ് എൻ്റെ ഭാര്യയുടെ പ്രസവം എടുത്തത്. ഞെട്ടിപ്പോയി അവർ, അമ്പരന്ന് പോയി അവർ. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഉമറിന്റെ ജീവിതത്തിൽ എമ്പാടും കാണാൻ സാധിക്കും. രാത്രി ഉറങ്ങിയില്ല ആ മനുഷ്യൻ. അള്ളാഹു തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ കാഠിന്യവും അതിന്റെ ആഴവും ഓർത്ത് അദ്ദേഹം ഒരുപാട് കരഞ്ഞു. രാത്രി കാലങ്ങളിൽ ഉറക്കം അദ്ദേഹത്തെ അത് കെടുത്തി. പക്ഷേ പകൽ സമയങ്ങളിൽ ഒരു അംഗരക്ഷകൻ പോലും ഇല്ലാതെ, ബ്ലാക്ക് കാറ്റ്സ് ഇല്ലാതെ, സിംഹാസനമില്ലാതെ തണലുകളിൽ കൈവെള്ള തലയണയാക്കി വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു സുന്ദരമായി കിടന്നുറങ്ങി. ആരെയും ഭയക്കാതെ കിടന്നുറങ്ങി. പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നുമെല്ലാം ദൂതന്മാർ വരുമ്പോ മദീനയിലെ അങ്ങാടി കുട്ടികൾ ഖലീഫയെ കാണിച്ചു കൊടുത്തു. മരത്തണലിൽ സുന്ദരമായി സുരക്ഷിതമായി കിടന്നുറങ്ങുന്ന, അംഗരക്ഷകരില്ലാത്ത, പരിവാരങ്ങളില്ലാത്ത, കൊട്ടാരങ്ങളില്ലാത്ത, പാറാവുകാരില്ലാത്ത ആ ഒരു മനുഷ്യനെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അനുഗ്രഹം നൽകുമ്പോൾ രണ്ട് രീതിയിലാണ് മനുഷ്യന്മാർ പ്രതികരിക്കുക. ചില ആളുകൾ ദുനിയാവിന്റെ പളവളപ്പിൽ മയങ്ങിപ്പോകും. ചില ആളുകൾ എത്ര തന്നെ അനുഗ്രഹങ്ങൾ പടച്ചുറപ്പ് കൊടുത്താലും അവരാ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നവരായിരിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, റിജാലുൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ കച്ചവടമാകട്ടെ, അവരുടെ ഏർപ്പാടുകളാകട്ടെ, ഏത് വിഷയമാകട്ടെ, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് അവരെ തള്ളിക്കളയുകയില്ല, പിന്മാറ്റുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവർ, കൃത്യമായി നമസ്കരിക്കുന്നവർ, അള്ളാഹുവിലേക്ക് കണ്ണുകളും ഹൃദയങ്ങളും തിരിയുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരാണവർ. അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിക്കുക. അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ, ഇന്നമാ നുത്ഇമുകും വയുത്ഇമൂന الطعام على حبه مسكينا ويتيما واسيرا. അനാഥകൾക്കും അഗതികൾക്കും തടവുകാർക്കും അടിമകൾക്കും ഭക്ഷണം നൽകുന്നവരാണ്, ദാനം നൽകുന്നവരാണ്. ഏതവസ്ഥയിൽ? അലാ ഹുബ്ബിഹി, അവർക്ക് ഒരുപാട് ആവശ്യമുണ്ടാകുമ്പോ, അവർ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോ, പ്രയാസത്തിലായിരിക്കുമ്പോ തന്നാൽ കഴിയുന്ന രീതിയിൽ സ്വതഖ കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നിട്ട് ആ സ്വതഖയുടെ കാരണമായി അവർ പറയും, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, പ്രത്യുപകാരം ഞങ്ങൾക്ക് വേണ്ട, അതുപോലെ തന്നെ നിങ്ങളുടെ നന്ദി വാക്കും ഞങ്ങൾക്ക് വേണ്ട. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, മുഖം കരിച്ചു കളയുന്ന ഭയാനകമായൊരു ദിവസത്തെ ഞങ്ങൾ ഇതാ ഭയക്കുകയാണ്, പേടിക്കുകയാണ്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം, അതുകൊണ്ട് ആ ദിവസത്തിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു അത് അവരെ കാത്തുരക്ഷിക്കുകയാണ്. വലഖാഹും നദ്റതൻ വസുറൂറാ, എന്നിട്ട് സന്തോഷവും സമാധാനവും അവരുടെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ രീതിയിലാണ് ദുനിയാവ് അല്ലാഹു നൽകുമ്പോൾ ഈ രീതിയിൽ പ്രവർത്തിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്, ഈ രീതിയിൽ ചിന്തിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ വഞ്ചിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം, ബോധവതികളായിരിക്കണം. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ആജന്മ ശത്രു, നാം ഈ ഭൂമിയിലേക്ക് വരുമ്പോ തന്നെ നമ്മെ ശത്രുക്കളാക്കി കാണുന്ന, നമ്മെ വഴിതെറ്റിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന പിശാച്, ഷൈത്താൻ, ആ ഷൈത്താന്റെ പ്രവർത്തനത്തെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ആ ഇബ്ലീസിന്റെ ചതിക്കുഴികളെ കുറിച്ച്, വഞ്ചനകളെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നത്, ആ വാക്കുകളിൽ എത്രമാത്രം വലിയ വാത്സല്യം ഉണ്ടെന്നറിയോ നിങ്ങൾ? നമ്മുടെ കുഞ്ഞുമക്കൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഓടിപ്പോയി അവരെ പിടിക്കും. എന്തുകൊണ്ടാ? അവർ പുറത്തു പോയി ഒന്ന് സന്തോഷിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ പുറത്തു പോയാൽ വീഴാം, പൊട്ടാം, പരിക്കുകൾ പറ്റാം, എല്ലാം സംഭവിക്കാം.
അല്ലെങ്കിൽ വല്ല മൃഗങ്ങളും അവരെ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അവർ എടുത്തു കൊണ്ടുപോകാം, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ്. അതുകൊണ്ടാണ് നാം അവരെ ഓടിപ്പോയി പിടിക്കുന്നത്. കുറച്ചുപോയി അവർ കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ അവർ സ്കൂളിലേക്കോ കോളേജിലേക്കോ മറ്റോ പോകുമ്പോൾ 100,000 ഉപദേശങ്ങളുമായി നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും. അവർക്കത് വലിയ അരോചകമാണെങ്കിൽ നമുക്കത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? അവർക്ക് എന്തെങ്കിലും പറ്റുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ്. അവർ മുതിർന്ന് വലിയ ആളുകളായാലും അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോൾ ഉമ്മക്കും ഉപ്പക്കും എന്തൊരു കരുതലാണ്, എന്തൊരു ബേജാറാണ്, എന്തൊരു പ്രയാസാണ്. പോകുമ്പോൾ എന്തൊക്കെ ഉപദേശങ്ങളാണ് നൽകുക. മോനെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഭക്ഷണം നന്നായി കഴിക്കണം, നന്നായി ഉറങ്ങണം, ആരോഗ്യം നോക്കണം, തടി നോക്കണം, അല്ലെ? ഇതൊക്കെ നാം നമ്മുടെ മക്കളോട് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞുതരാൻ. നമ്മോട് സ്നേഹത്തോടെ പഠിച്ചവൻ പറഞ്ഞൊരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നമ്മോടുള്ള സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ നിറകുടമായ വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ, യാ ബനീ ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ആദമിന്റെ സന്തതികളെ, പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. ഏതുപോലെ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ ചതിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ ചതിക്കാതിരിക്കട്ടെ, നിങ്ങളെയും അവൻ വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഉപദേശമാണ്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് ചതിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നവർ പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്താണ്? ഇബ്ലീസ് വന്നിട്ട് ആദം നബിയോടും ഹവ്വാ ബീവിയോടും ചോദിക്കുകയാണ്, അലം അൻഹകുമാ അൻ തിൽകുമശ് ശജറ. അലം അൻഹകുമാ, ഇബ്ലീസ് വന്നിട്ട് ചോദിക്കുകയാണ്, മാനഹാകുമാ അൻ തിൽകുമശ് ശജറ, എന്തുകൊണ്ടാണ് ഈ മരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ഇബ്ലീസ് വന്നിട്ട് ചോദിക്കുക ആദം നബിയോടോ ഹവ്വാ ബീവിയോടോ, എന്തിനാണ് പടച്ചോൻ ഈ മരത്തിലെ കായ് മാത്രം ഭക്ഷിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? അത് നിങ്ങളോട് പടച്ചോൻ അസൂയ ഉണ്ടായിട്ടാണ്. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. പടച്ചോന് നിങ്ങളോട് അസൂയ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളോട് ആ മരത്തിന്റെ അടുത്തേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആ മരത്തിലേക്ക് അടുത്താൽ എന്താ സംഭവിക്കുക? ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. 2 മലക്കുകളായി നിങ്ങൾ മാറും, മാലാഖമാരായി നിങ്ങൾ മാറും, അല്ലെങ്കിൽ നിത്യജീവൻ നൽകപ്പെട്ട 2 ആളുകളായി നിങ്ങൾ മാറും. പിന്നെ നിങ്ങൾക്ക് നാശം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിന് നിങ്ങളോട് അസൂയാണ്. അതുകൊണ്ടാണ് ആ മരത്തിലേക്ക് അടുക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അവൻ ഇത്ര കൂടി പറഞ്ഞു, എന്താണ്? വഖാസമഹുമാ, അവൻ സത്യം ചെയ്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ, എനിക്ക് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണമെന്നേ ആഗ്രഹമുള്ളൂ, നിങ്ങൾക്ക് നന്മ ഉണ്ടാവണം, നിങ്ങൾ രക്ഷപ്പെടണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യവംശത്തിന്റെ തുടക്കത്തിൽ പിശാച് പറഞ്ഞ വാക്ക് 2025 നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. 2025 കേൾക്കാൻ പറ്റും. പ്രോ LGBTQ ആക്ടിവിസ്റ്റുകൾ പറയുന്നത്, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പറയുന്ന വർത്താനം എന്താ അറിയോ? ഇന്നലക്കും ലമിനൻ നാസിഹീൻ. അതാണ് ഇന്നാലക്കും ലമിനൻ നാസിഹീൻ, ഞങ്ങൾ നിങ്ങളുടെ ഗുണകാംക്ഷികളാണ്. മനുഷ്യർ രക്ഷപ്പെടണം, മനുഷ്യർ സർവതന്ത്ര സ്വതന്ത്രരാകണം, അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടാവണം. അവരെ കെട്ടിപ്പൂട്ടി വെക്കരുത്, അവരെ നിയന്ത്രിക്കരുത്, അവരെ തടയരുത്. അവരുടെ ആഗ്രഹങ്ങൾ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ പുറത്തേക്ക് അങ്ങോട്ട് പ്രവഹിക്കണം. ഇഷ്ടമുള്ളതുപോലെ, തോന്നിയതുപോലെ, ആഗ്രഹിക്കുന്നത് പോലെ, ആശിക്കുന്നത് പോലെ, ഇച്ഛയുടെ മേച്ചിൽ പുറങ്ങൾ തേടിക്കൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ്. ആലോചിച്ചൊക്കെ പിശാചിന്റെ അനുയായികൾ സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ശരീരത്തിൽ നിന്ന് വസ്ത്രം എറിഞ്ഞ് സ്വയം സ്വതന്ത്രയായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോടും ശൈത്താൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ നിന്റെ വസ്ത്രം വലിച്ചുകൂറി, നിന്റെ പർദ, നിന്റെ ഇസ്ലാമിക വേഷം നീ അതൊക്കെ വലിച്ചെറിയെങ്കിൽ മാത്രമേ നീ സ്വതന്ത്രയാവുള്ളൂ. ആധുനിക ലോകത്ത് ജീവിക്കുന്നതിനൊക്കെ എന്തിനാണ് 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരം? അതൊക്കെ വലിച്ചെറി. 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരമൊക്കെ വലിച്ചെറി. നീ സ്വതന്ത്രയായി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയുന്ന, ഇഷ്ടമുള്ള തോന്നിയവാസ്യങ്ങളെല്ലാം പ്രവർത്തിക്കാൻ കഴിയുന്നവളായി നീ മാറ്. അപ്പൊ മാത്രമേ നീ മോഡേൺ ആവുള്ളൂ.
അപ്പൊ മാത്രം നീ ഒരു ആധുനിക സ്ത്രീ ആവുള്ളൂ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആളുകൾ പറയുന്ന എന്താണ്? ഞങ്ങൾ മനുഷ്യരുടെ മോചകരാണ്, ഞങ്ങൾ മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ മനുഷ്യരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. പിശാച് പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ഇവർ, ഈ പിശാചിന്റെ അനുയായികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചതിയനെ, ആ മഹാവഞ്ചകനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഏവർക്കും നമ്മുടെ മക്കൾക്കും നൽകുമാറാകട്ടെ. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. മുന്നിലൂടെ ഞാൻ പോവും റബ്ബേ, അവരെന്നെ അവഗണിച്ചാൽ, എന്റെ ആ പ്രലോഭനത്തെ മറികടന്നാൽ പിന്നിലൂടെയും പോവും, എന്നിട്ടും മറികടന്നാൽ വലതുഭാഗത്തൂടെ പോവും, എന്നിട്ടും മറികടന്നാൽ ഇടതുഭാഗത്തൂടെ പോവും. അങ്ങനെ പല ഭാഗങ്ങളിലൂടെ ഞാൻ അവനെ സമീപിക്കുമ്പോ അവൻ എന്നിൽ വശംവദനാകും. വലാ തജിദു അക്സറുഹും ഷാക്കിരീൻ. അവരിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും ശുക്ർ ചെയ്യുന്നവരായി, നന്ദി ചെയ്യുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല റബ്ബേ എന്ന് പിശാച് പറയുമ്പോൾ, സമകാലിക ലോകത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന മനം മടുപ്പിക്കുന്ന കാഴ്ചകളും വാർത്തകളുമെല്ലാം പ്രിയപ്പെട്ടവരെ പൈശാചിക പ്രലോഭനങ്ങളുടെ പ്രചോദനങ്ങളുടെ അനുരണനമാണ് എന്ന് നാം മനസ്സിലാക്കുക. മനുഷ്യന്റെ ശത്രുവിനെ ശത്രുവായി കാണുന്നിടത്ത് നാം പരാജയപ്പെട്ടു പോകുമ്പോൾ അവന്റെ ചതിക്കുഴികളിൽ ഒരിക്കലും മോചനമില്ലാത്ത തരത്തിൽ നാം എന്നേക്കുമായി വീണുപോകുന്നു. അവനെ മനസ്സിലാക്കുക. മനുഷ്യനെ നശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ ഇച്ഛ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ ആശയവും ആഗ്രഹവും തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോ തറാവീഹ് നിസ്കരിച്ചപ്പോ ആ പള്ളിയിൽ സൂറത്തുൽ കഹ്ഫായിരുന്നു പാരായണം ചെയ്തിരുന്നത്. ആ കഹ്ഫിന്റെ 4 റക്അത്ത് കഴിഞ്ഞപ്പോൾ കഹ്ഫ് പാരായണം ചെയ്യാൻ തുടങ്ങി. ആ കഹ്ഫിന്റെ ഒരു ആയത്ത് കേട്ടപ്പോൾ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത ചില ചിന്തകളാണ് മനസ്സിൽ ഉടലെടുത്തത്. അല്ലാഹു പറയാണ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ. അങ്ങയുടെ സ്വന്തത്തെ ക്ഷമിപ്പിച്ചിരുത്തുക, അങ്ങയുടെ സ്വന്തത്തെ പിടിച്ചിരുത്തുക. ആരോടൊപ്പം? രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ഓർക്കുന്നവരോടൊപ്പം. യുരീദൂന വജ്ഹ, അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്. വലാ തഅദു ഐനാക അൻഹും, അങ്ങയുടെ കണ്ണുകൾ അവരെ വിട്ടൊരിക്കലും സഞ്ചരിക്കരുത്. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ സൗന്ദര്യം തേടിക്കൊണ്ട് അങ്ങയുടെ കണ്ണുകൾ അവരിൽ നിന്ന് വിട്ടുപോകാതിരിക്കട്ടെ. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. സ്വന്തത്തിന്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസികൾ. നമ്മൾ തോന്നിവാസികൾ എന്ന് പറയുമ്പോൾ അതൊരു തെറിയായിട്ടാണ് കണക്ക് കൂട്ടാറുള്ളത്. പക്ഷേ അല്ലാഹു വത്തബഅ ഹവാഹ് എന്ന വാക്കിന്റെ അർത്ഥം, ഖുർആനിൽ പറഞ്ഞ വാക്കിന്റെ അർത്ഥം തോന്നിയവാസി എന്നാണ്. തോന്നിയതുപോലെ വസിക്കുന്നവൻ. അവന് ഭാസങ്ങളില്ല, സഭ്യതകളില്ല, നന്മകളില്ല, ധാർമ്മികതയില്ല, സദാചാരവും സംസ്കാരവും ഇല്ല. തോന്നിയതെന്തും പറയും, തോന്നിയതെന്തും ചെയ്യും, തോന്നിയതെന്തും കഴിക്കും, തോന്നിയതെന്തും കുടിക്കും, തോന്നിയ പോലൊക്കെ സമ്പാദിക്കും, തോന്നിയപരമായൊക്കെ ഇടപാടുകൾ നടത്തും, എന്തും ചെയ്യും. സ്വന്തത്തിന്റെ ഇച്ഛകളെ പിൻപറ്റി നടക്കുന്ന തോന്നിയവാസികളെ അങ്ങ് അനുസരിച്ചു പോകരുത്. അവരോട് പറയാൻ എന്താ പറയുന്നത്? അല്ലാഹു വഖുലിൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അങ്ങയുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യത്തെക്കുറിച്ച് അവരോട് പറയുക. വിശ്വസിക്കുന്നവൻ വിശ്വസിക്കട്ടെ, അവിശ്വസിക്കുന്നവൻ അവിശ്വസിക്കട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നാ അഅതദ്നാ ലിദ്ദാലിമീന നാറാ അഹാത ബിഹിം സുറാദിഖുഹാ. അവരുടെ പിരടികളെ വലയം ചെയ്യുന്ന നരകാഗ്നിയെ ആ അക്രമികൾക്ക് വേണ്ടി ഞാൻ ഇതാ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. സുറാദിഖുഹാ വഇയസ്തഗീതു യുഗാതു ബിമാഇൻ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ്. അവരാ നരകത്തിൽ കിടന്നുകൊണ്ട് വെള്ളത്തിന് ചോദിക്കുമ്പോ ഈയമുരുക്കിക്കൊണ്ടുള്ള, അതുപോലെ ഇരുമ്പുരുക്കിയ ഒരു ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അവരങ്ങനെ അത് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്തുള്ള മാംസമത ഉരുകുകയാണ്, അവരുടെ കഴുത്തിലുള്ള മാംസലമായ ഭാഗങ്ങൾ ഉരുകുകയാണ്, അവരുടെ ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങൾ ഉരുകുകയാണ്. എത്ര വൃത്തികെട്ട പാനീയം, എത്ര മോശമായ പാനീയം, എത്ര മോശമായ വാസസ്ഥലം.
ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ള പ്രയാണം നമ്മെ എത്തിക്കുക ഈ ഒരു അവസ്ഥയിലേക്കായിരിക്കും, ഈ ഒരു വാസസ്ഥലത്തിലേക്കായിരിക്കും, ഈ ഒരു പാനീയം കുടിക്കുന്നതിലൂടെ ആയിരിക്കും. പുതിയ തലമുറകൾ പറയാറുണ്ട്, അവരിങ്ങനെ പറയും, എന്തൊക്കെയാണ് പറയുക? എന്റെ ശരീരം എന്റെ അവകാശമാണ്, എന്റെ ജീവിതം എന്റെ അവകാശമാണ്, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എന്നെ വിടുക എന്നൊക്കെയാണ് പുതിയ തലമുറയുടെ വർത്താനം. എന്നെ ആരും നിയന്ത്രിക്കാൻ വരണ്ട, എന്റെ ശരീരം എന്റെ അവകാശം, ഞാൻ തറക്കും മുറിക്കും, അതുപോലെ അത് വികൃതമാക്കും, എന്തും ചെയ്യും എന്നാണ്. ചില മനുഷ്യന്മാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ? മാനസിക രോഗങ്ങളെ നോർമലീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല മാനസിക രോഗങ്ങളുണ്ട്. 25-30 വയസ്സ് വരെ നല്ല ആൺകുട്ടിയായി ജീവിച്ച ഒരുത്തന് ഒരു സുപ്രഭാതത്തിൽ തോന്നാണ് ഞാൻ പെണ്ണാണ്. അതിനാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയാ. അതിന് നമ്മുടെ നാട്ടിൽ നാടൻ കാക്കാർ പറയുന്ന ഒരു ഭാഷ പിരാന്ത് എന്നാണ്. പക്ഷേ ഇന്നെന്താണ്? അത് ട്രാൻസ്ജെൻഡർ ആണ്. അവരുടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അവരെ ചികിത്സിക്കേണ്ടത്. പിന്നെയോ അവരെ ബയോളജിക്കൽ ഒരു ട്രാൻസ്ഫറിനാണ് വിധേയമാക്കേണ്ടത്. അവരെ പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് എന്ത് ചെയ്യുക? ആണിന് എന്ത് ചെയ്യുക? പെണ്ണിന്റെ രൂപത്തിലേക്ക് രൂപമാറ്റം സംഭവിപ്പിക്കുക. ഇത് മനുഷ്യന് ആണിന് പെണ്ണായിട്ടും പെണ്ണിന് ആണായിട്ടും മാത്രമൊന്നല്ല തോന്നുക, പലതുമായിട്ടും തോന്നും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പിന്നെ US UK ഇവിടെ ഞാൻ മറന്നുപോയി, ഒരാൾക്ക് തോന്നാണ് അയാൾ ആമയാണെന്ന് അയാൾക്ക് തോന്നാണ്. എന്നിട്ട് എന്തോ പിന്നെ മെല്ലെ നടന്നു പോവുള്ളൂ, റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വളരെ കാരണം അയാൾ ആമയാണ്, അയാളുടെ അഭിപ്രായത്തിൽ അയാൾ ആമയാണ്. എന്നിട്ട് അയാൾ ആരോ എന്തോ പെട്ടെന്ന് പോകാൻ എന്തോ തള്ളോ മറ്റോ ചെയ്തപ്പോ അയാൾ ഇങ്ങനെ റോഡിൽ കിടന്നിട്ട് കയ്യും കാലും ഇങ്ങനെ ആമ കാണിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുക. ഇത് ഭ്രാന്തല്ലേ? ഈ ഭ്രാന്തിനെ ചികിത്സിക്കാന്നല്ലാതെ ഒരാൾക്ക് ആമയാണെന്ന് തോന്നുമ്പോൾ അയാൾക്ക് പുറന്തോട്ടൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ അയാൾ ആമയാക്കി മാറ്റാണോ ചെയ്യുക? വേറൊരുത്തിന് തോന്നിയത് അയാൾ പൂച്ചയാണെന്നാണ്. അയാൾ പൂച്ചയാണെന്ന് തോന്നിയിട്ട് ഒരു പോലീസുകാരൻ കണ്ട വീഡിയോ ആണ്. പോലീസുകാരൻ പിന്നെ ലൈസൻസിന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ് ഞാൻ മനുഷ്യനല്ല, ഞാൻ പൂച്ചയാണ്. അപ്പൊ പോലീസുകാർ തിരിച്ചാൽ പൂച്ചക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇവിടെ. ഈ മാനസിക രോഗങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നോർമലീകരിച്ച് കാലം പുതിയ തലമുറ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വേറെ ഒരാൾക്ക് ഞാൻ ഇതിനൊക്കെ സൈക്കോളജിയിൽ ഇതിനൊക്കെ പേരുണ്ട്. ചില ആളുകൾക്ക് പശുവാണെന്ന് തോന്നും, അതിന് ബോന്ത്രോപ്പി എന്നാണ് പറയാ. പശുവാണെന്ന് ചില ആളുകൾക്ക് തോന്നും. അയാളിങ്ങനെ പശു കരയുന്ന പോലെ കരയും, പശു കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കും. കാരണം അയാൾ മാനസിക രോഗിയാണ്. അതുപോലെ തന്നെ സിനാൻത്രോപ്പി എന്ന് പറയുന്ന ഒരു അസുഖം അയാൾ പട്ടിയായിട്ട് തോന്നും, ആ പട്ടി കാണിക്കുന്ന പോലെ കാണിക്കും അയാള്. പക്ഷെ ഈ തരം മാനസിക രോഗങ്ങളെല്ലാം നോർമലാണ്, ഇതൊന്നും വൈചിത്രങ്ങളല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം പല കോളേജുകളെ കുറിച്ചും ഇപ്പൊ കേട്ടിട്ടുള്ള എന്താന്ന് വെച്ചാൽ, കോളേജിലേക്ക് പോകുന്ന കുട്ടികളോട് രക്ഷിതാക്കൾ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്താ മോനെ, ഇപ്പൊ മക്കളോട് പറയുന്നത് പിന്നെ നിങ്ങൾ പിന്നെ പ്രേമിച്ചോ, ഒരു ആൺകുട്ടിനെ പ്രേമിച്ചോ. ആ അവസ്ഥയിലേക്ക് എത്തി ലോകം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ദുരന്തപൂർണമായ ഒരു സമുദായത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തിച്ച ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് സജീവമായി നമ്മുടെ പുതിയ തലമുറക്കിടയിൽ പരക്കാൻ തുടങ്ങാൻ. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആ തലമുറ അതിനെ ടോളറേറ്റ് ചെയ്യാൻ, അത്തരം പ്രവർത്തനങ്ങളെ, അത്തരം നിലപാടുകളെ അവർ ടോളറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ, എല്ലാ വൃത്തികേടുകളെയും ടോളറേറ്റ് ചെയ്യാൻ. ലഹരി ഉപയോഗങ്ങൾ കൊണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ എന്തെല്ലാം ദുരന്തങ്ങൾ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ദുരന്തങ്ങൾ ഇന്നുവരെ ഉണ്ടായല്ലോ. ഇന്നുവരെ കേട്ടല്ലോ നമ്മളൊരു വാർത്ത, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വെട്ടിക്കൊന്നു, സ്വന്തം മാതാവിനെ വെട്ടിക്കൊല്ലുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, സ്വന്തം അനുജനെ ചുറ്റികയെടുത്ത് തലക്കടിച്ചടിച്ചടിച്ചു കൊല്ലുന്നു, വൃദ്ധയായ വല്യുമ്മയെ അടിച്ചു കൊല്ലുന്നു, ഒരു കുഴപ്പമില്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ. ഈ അടുത്ത കാലത്ത് നടന്ന ആ കൂട്ടക്കൊലുണ്ടല്ലോ, നിങ്ങൾ നോക്കൂ, ഒരു കൊല നടത്തിയിട്ട് പിന്നെ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടാണ് പോകുന്നത് അടുത്ത കൊല നടത്താൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയിൽ പോയി ഒരു മനസ്താപം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്താ കാരണം? ലഹരി എന്നത് മനുഷ്യനെ അത്രമാത്രം വൃത്തികേടിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പണ്ട് പറയാറുണ്ട്, ഒരു സ്ഥലത്ത് ഒരു കഥയാണ് കേട്ടോ, ആബിദായ ഒരു മനുഷ്യൻ, ആ ആബിദായ മനുഷ്യനിൽ ഒരു വേശ്യ അനുരക്തയായി എന്നാണ്. ആ വേശ്യക്ക് അയാൾ എങ്ങനെയെങ്കിലും വഴിവെപ്പിക്കണം, അയാളുമായിട്ട് എങ്ങനെയെങ്കിലും വ്യഭിചരിക്കണം, അങ്ങനെ ചിന്തിച്ചു. അവസാനം ആ വേശ്യ ചില തന്ത്രങ്ങളിലൂടെ അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താണ്. എന്നിട്ട് അയാളോട് പറയാണ്, 3 സംഗതികളുണ്ട് ഇവിടെ. മദ്യം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കുട്ടി ഇവിടെ ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ട്. 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒന്നുകിൽ ഞാനുമായി വ്യഭിചരിക്കാം, അല്ലെങ്കിൽ ഈ പിഞ്ചു പൈതലിനെ നിങ്ങൾക്ക് കൊന്നുകളയാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് മദ്യം
നിങ്ങൾക്കെടുത്ത് കുടിക്കാം. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ ഞാൻ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞയക്കൂല. ഞാൻ ആളുകൾ വിളിച്ചു കൂട്ടും, ഞാനുമായി വ്യഭിചരിച്ചെന്ന അപവാദം പറയും, പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയൂല. അഭിമാനിയായ മനുഷ്യൻ അവിടെ ഇരുന്നു. അയാൾ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ വൃത്തികെട്ടവളുമായി വീഴ്ച നടത്തുക എന്നതിനേക്കാൾ വലിയ വൃത്തികേട് വേറൊന്നുമില്ല. അതിനെന്തായാലും ഞാൻ തയ്യാറല്ല. അവളുടെ ഒരു സംഗതിക്ക് വശംവദനാവാൻ ഞാൻ തയ്യാറല്ല. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഉന്മത്തനായി. ഒരു ഗ്ലാസ്സിനോട് ചോദിച്ചു, അതും കുടിച്ചു. വീണ്ടും ചോദിച്ചു, വീണ്ടും കുടിച്ചു. അങ്ങനെ അയാൾക്ക് സ്വബോധം നഷ്ടമായി. അയാൾ ആ മുന്നിലുള്ള കുട്ടിയെ കൊന്നു കളഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയെ വ്യഭിചരിച്ചു. അയാൾ ഭയപ്പെട്ട 3 തെറ്റുകൾ അയാൾ ചെയ്തു എന്നാണ് ആ മദ്യത്തിന്റെ ലഹരിയിൽ. മദ്യം എന്നത് തിന്മകളുടെ മാതാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ്. ഇതൊരു സാങ്കല്പിക കഥ. എല്ലാ തെറ്റുകളിലേക്കും മനുഷ്യനെ നയിക്കും. എന്ത് വൃത്തികേട് ചെയ്യാനും ഒരു ഗ്ലാസ് മദ്യമുള്ളിലേക്ക് പോയാൽ ആളുകൾക്ക് പറ്റുമെന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുന്നത്, സജീവമായി കൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, ഒരു കുഴപ്പമില്ല, ഒരു കുറ്റബോധമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് രക്ഷിക്കുക? ലോകത്ത് തുല്യതയില്ലാത്ത മദ്യനിരോധനം കൊണ്ടുവന്നത് ആരാണെന്നറിയോ? ഒരു പാർട്ടിയോ അല്ല, ഒരു സംഘടനയോ, ഒരു പ്രത്യയശാസ്ത്രമോ, ഒരു സിദ്ധാന്തമോ ഒന്നുമല്ല. ലോകത്ത് തുല്യതയില്ലാത്ത മദ്യനിരോധനം കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ചരിത്രം സാക്ഷിയാണ്. ചരിത്രത്തിന്റെ വെളിച്ചമുള്ള കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആൻ ആ വിപ്ലവം നടത്തിയത്. എങ്ങനെയാ ഖുർആൻ ആ വിപ്ലവം നടത്തിയത്? 3 ഘട്ടമാണ് പരിശുദ്ധ ഖുർആൻ നടത്തിയ വിപ്ലവത്തിന്റെ. ഒന്നാമത് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, റസൂലെ, ഈ മദ്യം, കള്ള്, ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്. അല്ലാഹുവിന്റെ ആ വാക്ക് നിങ്ങൾ നോക്ക്. നബിയെ, അങ്ങയുടെ മദ്യത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു. പറയുക, അത് വലിയ തിന്മ തന്നെയാണ്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ ചില ഉപകാരങ്ങളും ഉണ്ടല്ലോ. കള്ള് ചെത്ത് തൊഴിലാളിക്ക് ജോലി കിട്ടും, ബാറിൽ പണിയെടുക്കുന്നവന്റെ കുടുംബം കഴിഞ്ഞു പോകും, അതുപോലെ തന്നെ ബാർ ഉടമക്ക് പോക്കറ്റ് വീർക്കും. ഇങ്ങനെയുള്ള ചില ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, വല്ലാത്തൊരു പ്രസ്താവനയാണത്. അതിന്റെ ഗുണമെന്ന് പറയുന്നത് അതിന്റെ ദോഷത്തെക്കാൾ എത്രയോ ചെറുതാണ്. അതുണ്ടാക്കുന്ന പരിക്ക് അതിന്റെ ഗുണത്തെക്കാൾ എത്രയോ വലുതാണ്. പരിശുദ്ധ ഖുർആൻ പറയാൻ 30 ആൾക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിലും 300 കുടുംബങ്ങൾ ഒരു ഭാഗത്ത് തകരുന്നുണ്ട്. 30 ബാറുകൾ തുറന്നാൽ 30 മുതലാളിമാർ വളരുന്നുണ്ടെങ്കിലും 300 മുതലാളിമാരുടെ കുടുംബങ്ങൾ ശൈഥില്യം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കള്ളിന്റെ, മദ്യത്തിന്റെ ലഹരിയുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു. അടുത്ത ഘട്ടം ഏതാണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാ, നിസ്കരിക്കാൻ വരണ്ട, വഅൻതും സുഖാറ, നിങ്ങൾ കള്ള് കുടിച്ചിട്ടായിരിക്കുമ്പോൾ. മുസ്ലിങ്ങളിൽ ഓക്കായി, ഉമ്മത്തിൽ ഓക്കായി. മുഴുകുടിയന്മാരായ ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങൾക്ക് കള്ളുകുടിക്കാൻ പറ്റാണ്ടായി. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയൂല. കള്ളു കുടിക്കാണ്ട് തന്നെ എൻ്റെ നിങ്ങളുടെ അവസ്ഥ അതാണ്. വേറെ കാര്യം അല്ലെ, കള്ളു കുടിക്കാണ്ട് തന്നെ നമുക്ക് അത്തഹിയ്യാത്തിൽ പറയുന്നതിന്റെ അർത്ഥം അറിയില്ല, സുജൂദിൽ പറയുന്നതിന്റെ അർത്ഥം അറിയില്ല, റുക്കോയിൽ പറയുന്നതിന്റെ അർത്ഥം അറിയില്ല. സ്വഹാബത്തിന് ആ കള്ള് നിരോധനം ഇല്ലാത്ത കാലം കുടിച്ചാലായിരുന്നു ആ പ്രശ്നം. ഈ ഒരു ആയത്ത് ഇറങ്ങിയതോടുകൂടി ദുഹറിന്റെ സമയത്ത് കള്ളുടിക്കാൻ കഴിയൂല, അസറസ്കരിക്കാൻ പോകണം. അസറിന്റെ സമയത്ത് കഴിയൂല, മഗ്രിബിസ്കരിക്കാൻ പോകണം. മഗ്രിബിന്റെ സമയത്ത് കഴിയൂല, ഇശാസ്കരിക്കാൻ പോകണം. ഇങ്ങനെ അവർ ലോക്കായി. അവസാനം പ്രിയപ്പെട്ടവരെ, അവരെ തസ്കിയത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു. സൂറത്തുൽ മാഇദയിലെ ആ വിശ്വവിഖ്യാതമായ ആയത്ത്, ആ രോമാഞ്ചം ഉണ്ടാക്കുന്ന ആയത്ത്, വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, പറയാൻ, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ഈ കള്ളിലൂടെ, ചൂതാട്ടത്തിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ തെറ്റിച്ചു കളയാൻ ശൈത്താൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ നമസ്കാരങ്ങളെ ഇല്ലാതെയാക്കി കളയാൻ പിശാച് ഉദ്ദേശിക്കുന്നു. 3 വാക്കുകൾ, ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ, പിന്തിരിയാൻ തയ്യാറുണ്ടോ? 3 വാക്കുകൾ. കേട്ടവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മദീന പട്ടണത്തിലൂടെ നടന്നു. വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് കാട്ടുതീ പോലെ ഈ വചനങ്ങൾ പടർന്നു പിടിച്ചു, പന്തലിച്ചു. കേട്ടവർ, മദ്യം കഴിക്കാനിരുന്ന കുടിയന്മാർ ആ ചഷകങ്ങൾ തിരിച്ചവിടേക്ക് വെച്ചു. മദ്യത്തിന്റെ വീപ്പകൾ തച്ചു തകർത്തു. എന്നേക്കുമായി 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കും ഒരാഴ്ചത്തേക്കോ
രണ്ടാഴ്ചത്തേക്കും അല്ല, എന്നേക്കുമായി ആ മനുഷ്യർ ലഹരിയോട് വിട പറഞ്ഞു. പിന്നീട് നൂറ്റാണ്ടുകൾ ആ ഉമ്മത്ത് ജീവിച്ചു, ലഹരി തൊടാതെ, ലഹരിയെ കുറിച്ച് ചിന്തിക്കാതെ, അതിനെ വെറുത്തുകൊണ്ട്, അതിനോട് അറപ്പ് തോന്നിക്കൊണ്ട്, ആ മദ്യത്തിന്റെ നീർച്ചാലുകൾ ഒഴുകിയ സ്ഥലത്ത് മുളച്ചു പൊങ്ങിയ ചെടികൾ ഭക്ഷിച്ച ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിക്കുന്നതിൽ നിന്ന് വരെ അവർ മാറി നിന്നു. കാരണം അതിൽ കള്ളിന്റെ അംശമുണ്ടെങ്കിലോ. ഈ രീതിയിൽ മദ്യനിരോധനവും ലഹരി നിരോധനവും വരുത്തിവെച്ച വേറൊരു വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കളെ ഖുർആൻ പഠിപ്പിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ, മക്കളെ ദീന് പഠിപ്പിച്ചാൽ മതി, നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ മതി. അത് ഏത് പ്രായത്തിൽ പഠിപ്പിക്കണം എന്നറിയാ? ഈ ചെറിയ കുഞ്ഞു മക്കളുണ്ടല്ലോ, ഈ ഇടയിലൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ആ പ്രായത്തിലാണ് നടേണ്ടത്, ആ പ്രായത്തിലാണ് പഠിപ്പിക്കേണ്ടത്. ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ അവരും വരട്ടെ, അവരും കേൾക്കട്ടെ. നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ ഈ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു കളിക്കുമ്പോൾ അവരൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവർ അപാര റെക്കോർഡിങ്ങിന്റെ ആളുകളാണ്. വീട്ടിൽ എന്ത് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, 2 വയസ്സ് 3 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ അപാര റെക്കോർഡിംഗ് ആയിരിക്കും അവരുടെ തലച്ചോറ്. എന്തും അവർ ക്യാച്ച് ചെയ്യും. അവർ കളിക്കുന്നുണ്ടാവും, നിങ്ങൾ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടം കൊണ്ട് കളിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കാർട്ടൂൺ കാണുന്നുണ്ടാവും, എന്തും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ ചെവി നിങ്ങളിലുണ്ടാവും. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും, ശ്രദ്ധിക്കും, അവരത് റെക്കോർഡ് ചെയ്യും. പണ്ടൊരു തമാശക്ക് പറയാറുണ്ട്, ഏതൊരു വീട്ടിലേക്ക് വിരുന്നുകാർ വരാൻ പോകുമ്പോൾ ഉമ്മയൊപ്പി ഇരുന്ന് ചർച്ച ചെയ്യാണ്. എത്ര ഉണ്ടാക്കണം, ചോറ് എത്ര ഉണ്ടാക്കണം, കറി എത്ര ഉണ്ടാക്കണം. ഉപ്പ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഉമ്മ മറുപടി അറിയുന്നു, പിന്നെ കുറച്ച് ഉണ്ടാക്കാല്ലേ, കുറച്ചധികം ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പ പറയാണ്, കുറച്ചധികം ഉണ്ടാക്കിക്കോ, ആ കൂട്ടത്തിൽ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന നമ്മളെ മറ്റേ മൂപ്പരുണ്ട്, കുറച്ചധികം ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. ചർച്ച കഴിഞ്ഞു, വിരുന്നുകാർ വന്നു, വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് തടിയുള്ള നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ പരസ്യമായിട്ട് ചോദിച്ചു, ഉപ്പ നേരത്തെ പറഞ്ഞ നല്ലോണം കഴിക്കുന്ന തടിയൻ ഇയാളാണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ സംഭവം. കുട്ടികൾ നന്നായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ കുട്ടികളെയും കൊണ്ടുവന്നാൽ മതി, അവർ കേട്ടോളും. അവർ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും, ഒരു ചെറിയ തിരുനാളം പടച്ചിറപ്പ് കൊളുത്തി വെക്കും. ജീവിതത്തിൽ അവർ ചിലപ്പോൾ കുറച്ചൊക്കെ മാറി സഞ്ചരിച്ചു എന്ന് വരും. പക്ഷെ എവിടെന്നെങ്കിലും കുറച്ചൊരു പെട്രോൾ കിട്ടിയാൽ അത് ആളിക്കത്തും. എവിടെന്നെങ്കിലും ഒരു ഡോസ് കിട്ടിയാൽ മതി. എവിടെന്നെങ്കിലും ഒരു വാക്ക് അവരുടെ ഹൃദയത്തിൽ തറച്ചാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ മരണത്തിന് ശേഷമായിരിക്കും. എന്തായാലും ഈ പ്രായത്തിൽ അവരുടെ മനസ്സിൽ നട്ടുവെക്കുന്നത് ഈ സമയത്ത് ആ മക്കളുടെ മനസ്സിൽ നട്ടുവെക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. എപ്പോഴാണ് തീരെ മക്കൾ തിരിച്ചു വരാതൊക്കെ അറിയോ? ഇതുപോലെ ഈ ചെറുപ്പകാലത്ത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വളർത്തും. 10ഉം 12ഉം വയസ്സാവുമ്പോൾ കുട്ടികളൊന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ തുടങ്ങും മുഖത്ത് നോക്കിയിട്ട്. അപ്പം നമുക്ക് ബോധം വരും. അപ്പം നമ്മൾ ഉസ്താദിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കും, ഉസ്താദ് ഒന്ന് ഉപദേശിക്കോ, കൂട്ടിയിട്ട് വരട്ടെ. ഒരു കാര്യമില്ല. കുട്ടികൾ ആ നൃത്തം നിൽക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ വേണം അവരെ പഠിപ്പിക്കാൻ, അവർക്ക് തസ്കിയത്ത് കൊടുക്കാൻ, അവരെ ശുദ്ധമാക്കുന്ന ക്ലാസ്സുകൾ കേൾപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക എന്നതാണ്, മക്കളെ ദീനുമായി അടുപ്പിക്കുക എന്നതാണ് നമ്മുടെ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഒരേ ഒരു പരിഹാരമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിന് തീവാരിയിടുന്ന ആളെ. കണ്ണൂർ ജില്ലയുടെ തൊട്ടടുത്ത പ്രദേശത്ത്, ജില്ലയിലല്ല ജില്ലക്ക് പുറത്തുള്ള പ്രദേശത്ത് ഒരു ഉപ്പ മരണപ്പെട്ടു. ആ ഉപ്പ എന്ന് പറഞ്ഞാൽ 5 വക്ത് കൃത്യമായി പള്ളിയിൽ നിസ്കരിക്കുന്ന ആളാണ്. എന്ത് ദീനീ സംരംഭങ്ങൾ പറഞ്ഞാലും പാരിക്കോരി കൊടുക്കുന്നൊരു മനുഷ്യൻ. നമ്മൾ പറയില്ലേ പാല് പോലത്തെ ഒരു മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ. ആരെ കണ്ടാലും കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷണം കഴിപ്പിക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചു. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന് മയ്യിത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോൻ മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് അദ്ദേഹത്തിന് മയ്യിത്ത് കൊണ്ടുപോകുന്ന അതേ റോഡരികിൽ ഓടയിൽ വീണ് കിടക്കാൻ. ആ മകൻ്റെ അരികിലൂടെയാണ് ഉപ്പാൻ്റെ മയ്യിത്ത് കൊണ്ടുവന്നത്. മറ്റൊരു മകൻ ഒരു കുത്തു കേസിൽ പെട്ടിട്ട് ഉള്ളിൽ കിടക്കാൻ. 2 ആൺമക്കളാണുള്ളത്. ഇത്രയും നല്ലൊരു മനുഷ്യന് മയ്യിത്ത് നിസ്കരിക്കാൻ 2 ആളിൽ ഒരാൾ പോലും ഇല്ല. ആ മയ്യിത്തിന്റെ ഒരു കാല് ചുമക്കാൻ, തോളത്ത് വെക്കാൻ 2 ആളിൽ ഒരാൾ പോലും ഇല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ
അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. പുതിയ തലമുറ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വലിയ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്നിനും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയായ രീതിയിൽ അവർക്ക് ധർമ്മവും സദാചാരവും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, പണ്ടൊക്കെ നിസ്കരിക്കാത്ത മക്കളോട് എന്താണ് നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി സോറി, ഞാൻ നിസ്കരിച്ചോളാം, മറന്നുപോയതാണ് എന്നാണ്. പക്ഷേ ഇന്നത്തെ മക്കൾ തിരിച്ച് കണ്ണിലേക്ക് നോക്കി ചോദിക്കും, എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ നിസ്കരിക്കുന്നത്? എടാ നരകത്തിൽ പോവും, നിങ്ങൾ നരകം കണ്ടിട്ടുണ്ടോ, നിങ്ങൾ നരകത്തിൽ പോയിട്ടുണ്ടോ എന്നാണ് ഇന്നത്തെ മക്കൾ ചോദിക്കുക. വിശ്വാസം എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം കോമഡിയാണ്. വിശ്വാസം, ഈമാനും സ്വർഗവും നരകവും എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വെറും കോമഡികളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മതനിരാസത്തിലേക്കും മതനിഷേധത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും കൂട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ. അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഏതാനും വർഷങ്ങളായി ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നും പല കുട്ടികളും ഇതുപോലെ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും ലഹരിയിലേക്കുമെല്ലാം കൂട്ടത്തോടെ പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾ കുറച്ച് ആളുകൾ കൂലങ്കഷമായി ചിന്തിച്ച് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു സംരംഭത്തിന് തുടക്കമിട്ടത്. ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്ത് ഈ ഒരു വിഷയമാണ്, ഇതിനെന്താണ് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുക. അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് പുതിയ തലമുറയിലെ ഏറ്റവും നല്ല തലച്ചോറുകളെ ഈ മേഖലയിലേക്ക് ഇറക്കുക എന്നതാണ്. നമ്മളൊക്കെ കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അതിന് മറുപടി പറയാൻ അവർക്ക് ഒരു ടേം ഉണ്ട്, തന്ത വൈബ്. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല, അവരത് കേൾക്കൂല, അനുസരിക്കൂല. തന്ത വൈബ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊന്നും ആ പറയുന്നതൊന്നും കേൾക്കാൻ സാധ്യതയില്ല. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞാൽ അതാണ്, ചങ്ങായിക്ക് തന്ത വൈബാണ്, അതിന് വിട്ടേക്ക്, പറഞ്ഞു പോയിക്കോളൂ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ പുതിയ തലമുറയിൽ നിന്ന് ആ കാര്യങ്ങൾ അവരുടെ മനോനില അനുസരിച്ച് പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതിയൊരു പ്രൊജക്റ്റിന് തുടക്കമിട്ടിട്ടുള്ളത് നാട്ടിൽ. അൽഹംദുലില്ലാ അത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആൽഫ ജനറേഷൻ ദാവ പ്രൊജക്റ്റ് എന്നാണ് ആ പ്രൊജക്റ്റിന്റെ പേര്. ദാറുൽ ബയ്യന എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഞങ്ങൾ ഒരു വർഷത്തോളം 2023 ഏകദേശം ഒരു വർഷത്തോളം ക്യാമ്പയിൻ ചെയ്തിരുന്നു. ക്യാമ്പയിന്റെ ഉദ്ദേശം ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഏറ്റവും നല്ല തലച്ചോറുകളെ കണ്ടെത്തുക എന്നതാണ്. 300ഓളം ആപ്ലിക്കേഷൻ നമുക്ക് വന്നിരുന്നു. ആ 300ഓളം ആപ്ലിക്കേഷന് ഞങ്ങൾ കൃത്യമായ ഫിൽറ്റർ ചെയ്ത് കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിനൊരു 33 കുട്ടികളെ അൽഹംദുലില്ലാ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്.